എക്സാം അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഒക്കെ അതേപോലെ തന്നെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ എക്സാം. അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ട് നമ്മളോട് പറ്റി എന്നുള്ളതാണ്. ബയോളജി ആണെങ്കിലും നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. NCERT നല്ല തറവായി ഡീപ്പായി പഠിച്ചാൽ ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിലും 3 സബ്ജക്റ്റും ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ്. എൻ്റെ പേര് ദിയ. എൻ്റെ പേര് ഐശ്വര്യ. നമ്മൾ റേസിലെ എയിംസ് ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. നേരെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. നമ്മളുള്ളതുപോലെ തന്നെ പറയാം, അത്യാവശ്യം ടഫ് രീതിക്ക് തന്നെയായിരുന്നു. ബയോളജി ആയാലും ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, ഫിസിക്സ് ആയാലും ചെയ്യാനുള്ള ന്യൂമറിക്കൽസ് നല്ലപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പക്ഷേ കെമിസ്ട്രി കുഴപ്പമില്ലാത്ത രീതിക്ക് വലിയ ടഫ് ഇല്ലാത്ത രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതിക്കണേ. ഇനിയിപ്പോൾ മാർക്ക് നോക്കുമ്പോഴും നോക്കാനും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബയോളജി ആണെങ്കിലും നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. NCERT നല്ല തറവായി ഡീപ്പായി പഠിച്ചാലേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അല്ലാതെ ടിക്ക് ഇട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. കഴിഞ്ഞ മാതിരി മാച്ച് ദ ഫോളോയിങ് ചോദിച്ച് ഒന്ന് കിട്ടിയാൽ വേഗം കിട്ടുന്ന രീതിക്കുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസേ അല്ല. അത്യാവശ്യം വായിച്ചെടുത്ത് ചെയ്യേണ്ട തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. കെമിസ്ട്രി ആണെങ്കിലും ഒരു മോഡറേറ്റ് ലെവലാ, നന്നായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. ഫിസിക്സ് ഇപ്പം ബയോളജി തുടങ്ങി ഫിസിക്സിൽ എത്തിയ ആളും ഫിസിക്സിൽ തുടങ്ങി ബയോളജി എത്തിയ ആൾക്കും എന്തായാലും നല്ല ടൈം കൺസ്യൂം എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നത്. ഫിസിക്സ് ആണെങ്കിലും നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. കുറേ ന്യൂമറിക്കൽ ചെയ്യാനും ഉണ്ട്. നല്ലൊരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിലും 3 സബ്ജക്റ്റും ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ്. ഈ ഇൻഡെപ്ത് ആയിട്ട് നല്ല കോൺസെപ്റ്റ് നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഒക്കെ അതേപോലെ തന്നെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ എക്സാം. ഇവിടെ മാത്രമല്ല, നമുക്ക് ബയോളജി മാത്രമായിട്ട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബയോളജിയിലേക്ക് എക്സാംസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിക്കണം ഇന്നത്തെ എക്സാമിന്. ബയോളജി ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കൂടുതൽ കണ്ട് പരിചയമുള്ള ആൾക്കാർക്ക് കീഴിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ടെൻഷൻ എന്തായാലും കയറും. പക്ഷെ നമ്മൾ ആ രീതിക്ക് ബയോളജി മാത്രമായിട്ട് സെപ്പറേറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് എക്സാം ഇവിടെ കുറേ നടത്തിയിട്ടുണ്ട്. ടൈം റെസ്ട്രിക്ട് ചെയ്തിട്ട് അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിക്കണം. ലാസ്റ്റിലേക്കൊക്കെ ടൈം ലാഗ് ആകുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിക്കണം അതൊക്കെ. അപ്പോൾ നമ്മളിവിടെ കുറേ രീതിക്കുള്ള എക്സാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും പവർ പാക്ക്, ഗ്ലാഡിയേറ്റേഴ്സ്, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടാണ് നമ്മൾ നീറ്റ് എക്സാം ഹോളിൽ കയറിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ട് നമ്മളോട് പറ്റി എന്നുള്ളതാണ് നമുക്ക് ഒരു ടാലന്റ് ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ് വലിയൊരു നേട്ടമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം നീറ്റ് എക്സാം കഴിഞ്ഞിപ്പോൾ ഇരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. കാരണം ടഫാണ്, നമുക്ക് ടഫാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ടഫായിരിക്കും. നമ്മൾ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ടഫ് തന്നെയായിരിക്കും. ടെൻഷൻ അടിച്ച് അപ്പോൾ ഇനി അടുത്ത വർഷം എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്നൊരു എക്സാം അല്ല നീറ്റ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈസി ടു ഹാർഡ് വരെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നന്നായി തറവായി പഠിച്ചിട്ട് കോൺസെപ്റ്റ് ഒക്കെ നല്ല സ്ട്രോങ് ആയി പോയാൽ എക്സാം എഴുതാൻ പറ്റും. ബയോളജി ഒക്കെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അത്യാവശ്യം ഡെപ്ത് തന്നെ പഠിക്കണം. പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അങ്ങനെ തന്നെ പഠിക്കുക വേണം. അല്ലാണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നൊരു എക്സാം അല്ല നീറ്റ് ഉള്ളതിലേക്ക്. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. പഴയ ABMD ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് മാറി നീറ്റ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എക്സാം എഴുതി കഴിഞ്ഞ് ഇരിക്കണവരോട് പറയാനുള്ളത്, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ഇട്ട് ഒരുപാട് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ട് അന്നത്തെ എക്സാം എഴുതി. അപ്പം അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ടഫാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടഫ് തന്നെയാണ്. അപ്പം നമ്മൾ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വരണോട്ട് വെച്ച് കാണാം, റിസൾട്ടൊക്കെ വരും. ചെയ്ത് കൂളായിരിക്കേണ്ട ടൈം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അടുത്ത വർഷം നീറ്റ് എഴുതുന്നവർ വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് പോയി എഴുതി വരാണ്ട് അത്യാവശ്യം ഡെപ്ത് തന്നെ പഠിച്ചിട്ട് പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് MCQ ചെയ്ത് നന്നായി തറവായിട്ട് തന്നെ വേണം പോവാൻ. അപ്പോൾ അവർക്ക് ഇനി എഴുതാൻ പോണ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.